കുളത്തൂപ്പുഴ മർത്തോമ സെന്റ് തോമസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഗോൾഡൻ ജൂബിലി സമാപനവും ഈസ്റ്റർ ദിനാഘോഷവും ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് സംഘടിപ്പിക്കും. ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾ ഒരു വളരെ കൊച്ചൊരു സഭയായിട്ടാണ് തുടങ്ങിയത്. 1973 തുടങ്ങി ഇപ്പോൾ 50 വർഷം പൂർത്തിയാക്കിയപ്പോൾ 127 കുടുംബങ്ങളുള്ള ഒരു വലിയ സഭയായിട്ട് ഞങ്ങളുടെ സഭയെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ 50 വർഷം തികയുന്ന ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ക്രൈസ്തവർക്ക് മാത്രമല്ല സഭയ്ക്ക് പുറത്തുള്ളവരും ഇതരരുമായിട്ടുള്ള ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്താണ് ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷം നടത്തുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജനറൽ കൺവീനറായ റെജിയുമനും വികാരി എല്ലാ കാര്യങ്ങളും ഇത് ഇത്രയും ഭംഗിയായി നടക്കാനുണ്ടായത് വികാരിയുടെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്. മർത്തോമ സഭ സീനിയർ വികാരി റവറന്റ് ജോർജ് മാത്യു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കുളത്തൂപ്പുഴ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുളത്തൂപ്പുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവകയെ സംബന്ധിച്ച് ഗോൾഡൻ ജൂബിലി വർഷമാണ്. 2023 ജൂൺ മാസം 3-ാം തീയതിയാണ് ഈ കുളത്തൂപ്പുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഗോൾഡൻ ജൂബിലിയുടെ ആദ്യ ഘട്ടം ആരംഭിച്ചത്. ഇന്നത് പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. മാർച്ച് മാസം 31-ാം തീയതിയാണ് ഗോൾഡൻ ജൂബിലിയുടെ സമാപനം നമ്മൾ ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ പ്രോഗ്രാമുകൾ ഈ ഒരു വർഷക്കാലം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് ശ്രീ റെജി ഉമ്മനും പബ്ലിസിറ്റി കൺവീനറായിട്ട് ശ്രീ റോയി ഉമ്മനും അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകി. പ്രത്യേകിച്ച് കമ്മിറ്റി അംഗങ്ങളുടെ നിസ്വാർത്ഥപരമായിട്ടുള്ള ഒരു സേവനം അതിനകത്ത് വളരെയധികം വിലപ്പെട്ടതായിരുന്നു. 127 ഭവനങ്ങളും ആത്മാർത്ഥമായി അധ്വാനിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ ഗോൾഡൻ ജൂബിലിയുടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിപ്പാക്കി ഉദ്ദേശിച്ച കാര്യപരിപാടികളെല്ലാം തന്നെ ഭംഗിയായ രീതിയിൽ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തത്. അത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് 127 കുടുംബങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചുരുക്കമായി ചെയ്യാം എന്നുദ്ദേശിച്ച കാര്യങ്ങൾ ഏകദേശം 50 ലക്ഷത്തിൽ അധികം രൂപ മുടക്കി നമുക്ക് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. മുൻ സഭാ സെക്രട്ടറി റവറന്റ് PT തോമസ് മുഖ്യ സന്ദേശം നൽകും. ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഭവനത്തിന്റെ കൂദാശ കർമ്മം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8,50,000 രൂപ നൽകി ഒരു ഭവനം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂദാശ മാർച്ച് മാസം 31-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മർത്തോമ സഭയുടെ സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ജോർജ് മാത്യു കൂദാശ കർമ്മം നിർവഹിക്കുന്ന അത്രേ. അതേ തുടർന്ന് 5 മണി മുതൽ പൊതുസമ്മേളനം ആരംഭിക്കും. 7 മണിക്ക് ശേഷം ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് നയിക്കുന്ന ഗാനസന്ധ്യ അത് തുടർന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ വിപുലമായ ഒരു പ്രോഗ്രാമാണ് നടത്തപ്പെടുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ശ്രീ പബ്ലിസിറ്റി കൺവീനറായ ശ്രീ റോയിമൻ പറഞ്ഞതുപോലെ അനേക ആളുകൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഇടയാക്കി. പ്രത്യേകിച്ച് ചികിത്സാ സഹായമായി 8 പേർക്ക് നൽകുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 8 പേർക്ക് നൽകുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സഹായമായി 3 പേർക്ക് നൽകുവാൻ 4 പേർക്ക് നൽകുവാൻ ഇടയായി. അതെല്ലാം 50,000 രൂപ വെച്ചാണ് എല്ലാം നൽകിയിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ ദൈവം കൃപ ചെയ്ത് തോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണത്തിൽ ഗോൾഡൻ ജൂബിലിയുടെ സമാപനത്തെ ഓർക്കണം എന്ന് പ്രത്യേകമായി സമയത്ത് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഗോൾഡൻ ജൂബിലിയുടെ കൺവീനർ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS, റവറന്റ് അലക്സാണ്ടർ തോമസ് മാത്ര, ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. ജൂബിലി വർഷത്തിൽ ഞങ്ങൾ 8 ഭവന പുനരുദ്ധാരണം നടത്തിയെന്ന് പറയുമ്പോൾ അതിൽ 4 പേരും ഇടവകയ്ക്ക് പുറത്തു നിന്നുള്ള അക്രൈസ്തവരായിട്ടുള്ളവരാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി. അതിലുപരിയായിട്ട് ചികിത്സാ സഹായവും ഇതുപോലെ പൈസ ചെലവഴിച്ചപ്പോൾ അത് 8 പേർക്ക് കൊടുത്തതിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന്. ബാക്കി 7 പേരും അക്രൈസ്തവരായിട്ടുള്ള കുളത്തൂപ്പുഴക്കാർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 വിദ്യാഭ്യാസ സഹായങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇടവകയ്ക്ക് പുറത്തു നിന്നുള്ളത്. ബാക്കി 3 പേരും ഇടവകയിൽ നിന്നുള്ളവരാണ്. ഈ 1 വർഷക്കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി
പൊതുസമൂഹത്തിലുള്ള എല്ലാവരും ഞങ്ങളുടെ സമാപന മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കണം. അത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു മീറ്റിംഗായി തീരുവാൻ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം. ഞങ്ങൾ ഒരു വളരെ സാധാരണപ്പെട്ട ഒരു മലയോര മേഖലയിൽ ഒരു ചെറിയ ഇടവക പള്ളിയാകുന്നു. അതായത് ഇവിടെ ഉള്ളതിൽ 127 കുടുംബങ്ങൾ എന്ന് പറഞ്ഞതിൽ 100 കുടുംബങ്ങളും കർഷക തൊഴിലാളികളും കർഷകരുമായിട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങളുള്ള ഭവനങ്ങളാണ്. ഒരു 10 ലക്ഷം രൂപ പോലും ഒന്നിച്ചെടുത്ത് ചെലവഴിക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഞങ്ങൾ കരുതിയിരുന്നതല്ല. എന്നാൽ ദൈവകൃപയാൽ അച്ഛന്റെ നേതൃത്വത്തിൽ അത് 50 ലക്ഷത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ ഞങ്ങൾ വലിയ ഒരു മാതൃകാപരമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് കൃപ നൽകിയ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനമുള്ള വികാരിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ഈ കൊളത്തൂപ്പുഴ ദേശത്തുള്ള എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ സമാപന മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചു. ഭവന പുനരുദ്ധാരണം, ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സഹായം എന്നിങ്ങനെ നിരവധി സഹായങ്ങൾ കുളത്തൂപ്പുഴ ദേശത്തെ നാനാജാതി മതസ്ഥർക്കും ഇടവകയുടെ നേതൃത്വത്തിൽ നൽകാൻ സാധിച്ചുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, ചികിത്സാ ധനസഹായം, വിദ്യാഭ്യാസ സഹായം എന്നിങ്ങനെ നിരവധി സഹായങ്ങൾ കുളത്തൂപ്പുഴ ദേശത്തെ നാനാജാതി മതസ്ഥർക്കും ഇടവകയുടെ നേതൃത്വത്തിൽ നൽകാൻ സാധിച്ചുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല, കുളത്തൂപ്പുഴ. ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തൂപ്പുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ 21ാം വർഷത്തിലേക്ക്. കൊളുത്തൂപ്പുഴയിലെ ഏക ISO അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ 2024-25 അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യമായ PTI മീറ്റിംഗ്, ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം, കലാകായിക രംഗങ്ങളിലെ പിന്തുണ, എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു. ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിലനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ. Get enlightened with education.